അന്നേരം നെസ്റ്റഡ് ഇഫ് എന്ന് വെച്ചാൽ ഒരു ഇഫിനകത്ത് പിന്നെ ഇഫ് വരിക എന്ന് പറഞ്ഞാൽ കണ്ട് ഈ സ്ക്രീൻ ഒന്ന് നോക്കുക. ഇഫ് ഞാനൊരു കണ്ടീഷൻ എഴുതി, ഒരു കണ്ടീഷൻ എന്തെങ്കിലും ഒരു കണ്ടീഷൻ കൊടുത്തു. ഓക്കെ, ഇങ്ങനല്ലേ നമ്മൾ എഴുതുന്നേ. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വീണ്ടും അടുത്ത കണ്ടീഷൻ കൊടുക്കുന്നു. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെയും കണ്ടീഷൻ കൊടുക്കുന്നു. ഇതാണ് നെസ്റ്റഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം. നമ്മൾ ഇനി മുന്നോട്ട് പോകുമ്പോൾ ഈ നെസ്റ്റഡ് പലയിടത്തും കേൾക്കും. അതായത് ഇനിയും പറയാൻ പോകുന്ന നെസ്റ്റഡ് എന്ന് വെച്ചാൽ നെസ്റ്റഡ് ലൂപ്പ് പറയും, നെസ്റ്റഡ് സ്ട്രക്ചർ പറയും, നെസ്റ്റഡ് കണ്ടീഷൻ ഓപ്പറേറ്റർ പറയും. അന്നേരം നെസ്റ്റഡ് എന്നുള്ള വേർഡിന്റെ അർത്ഥം അതിനകത്ത് ആ സാധനം വീണ്ടും വരിക. നെസ്റ്റഡ് ഇഫ് ആണെങ്കിൽ ഒരു ഇഫിനകത്ത് വീണ്ടും ഇഫ് വരിക. നെസ്റ്റഡ് ലൂപ്പ് ആണെങ്കിൽ ഒരു ലൂപ്പിനകത്ത് വീണ്ടും ലൂപ്പ് വരിക. നെസ്റ്റഡ് കണ്ടീഷൻ ഓപ്പറേറ്റർ ആണെങ്കിൽ ഒരു കണ്ടീഷൻ ഓപ്പറേറ്ററിനകത്ത് വീണ്ടും വരിക. ഒരു വീണ്ടും വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഇവിടെ കുറെ ബ്രാക്കറ്റുകൾ വരും, അതാ പ്രശ്നം. മനസ്സിലായോ? നമുക്ക് ഇതിന്റെ സിന്റാക്സ് എഴുതി നോക്കാം. നെസ്റ്റഡ് ഇഫിന്റെ സിന്റാക്സ്. നെസ്റ്റഡ് ഇഫിന്റെ സിന്റാക്സ് ആണ് പറയുന്നത്. ഇഫ് ടെസ്റ്റ് കണ്ടീഷൻ 1, ഒന്നാമത്തെ കണ്ടീഷൻ ചെക്ക് ചെയ്തു. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇതുവരെ പറഞ്ഞതനുസരിച്ച് ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് എന്നാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ വേറൊരു കണ്ടീഷൻ നോക്കുന്നു. ടെസ്റ്റ് കണ്ടീഷൻ 2. അങ്ങനെ എത്ര കണ്ടീഷൻ വേണേലും നോക്കാം. ഇതിനകത്ത് ഇനി കണ്ടീഷൻ 3 എഴുതാം. ഞാൻ ഇവിടെ വെച്ച് നിർത്തുന്നു. എന്നിട്ട് ഇവിടെ പറയുന്നു ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് 2, രണ്ടാമത്തതിന്റെ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്. ഈ ബ്രാക്കറ്റ് തെറ്റാണെങ്കിൽ, ഈ രണ്ടാമത്തത് കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിനകത്ത് പറയുന്നു ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് 2, രണ്ടാമത്തതിന്റെ തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇത്ര എഴുതിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ ഇഫിനകത്താ. ആദ്യത്തെ കണ്ടീഷൻ ട്രൂ ആണെങ്കിലാണ് രണ്ടാമത്തെ കണ്ടീഷൻ നോക്കിയതും രണ്ടാമത്തതിന്റെ എൽസ് എഴുതിയതും 2 ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. പ്രോഗ്രാം തീർന്നില്ല. ആദ്യത്തെ ഇഫിന്റെ എൽസ്, ആദ്യം നോക്കിയ കണ്ടീഷൻ തെറ്റാണെങ്കിൽ അതിന്റെ ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ്സ് 1. കണ്ടോ, ഇത്രയും ബ്രാക്കറ്റ് വരും, ഇത്രയും വലിയ പ്രോഗ്രാമും ആയിരിക്കും. ആദ്യം ഒരു കണ്ടീഷൻ നോക്കി, കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ട്രൂ ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് അല്ല, അതിന് പകരം രണ്ടാമതൊരു കണ്ടീഷൻ നോക്കി, ആ കണ്ടീഷൻ ട്രൂ ബ്ലോക്ക് കൊണ്ട് ആ കണ്ടീഷന് ഫാൾസ് ബ്ലോക്ക് കൊണ്ട് എന്നിട്ട് എൽസ് ക്ലോസ് ചെയ്തിട്ട് ആദ്യത്തതിന്റെ ഇഫ് ക്ലോസ് ചെയ്യുന്നു. എന്നിട്ട് അവിടെ 2 ബ്രാക്കറ്റ് അടുപ്പിച്ച് ക്ലോസ് ചെയ്യേണ്ടി വരും. ഇത്ര എഴുതിക്കൊണ്ടിരിക്കുന്ന ആദ്യത്തെ ട്രൂ പാർട്ടിലാണ് ഇനി ആദ്യത്തെ ഫാൾസ് പാർട്ട് അല്ലെങ്കിൽ എൽസ് പാർട്ട്. അതിന്റെ എൽസ് എഴുതിയിട്ട് ഫാൾസ് ബ്ലോക്ക് സ്റ്റേറ്റ്മെന്റ് 1. ക്ലിയർ ആണോ? ഓക്കെ, എന്നിട്ട് ഇത് വെച്ച് നമുക്കൊരു പ്രോഗ്രാം നോക്കാം. അന്നേരം നമ്മുടെ പ്രോഗ്രാം ഇതാണ്. 3 നമ്പറിൽ വലുത് കണ്ടുപിടിക്കുക. ബിഗ്ഗസ്റ്റ് 3 നമ്പർ. ബിഗ്ഗസ്റ്റ് 3 നമ്പേഴ്സ്, 3 നമ്പറിൽ വലുത് കണ്ടുപിടിക്കുക. എന്നിട്ട് നമ്മുടെ കയ്യിൽ എത്ര നമ്പർ ഉണ്ട്? എ ഉണ്ട്, ബി ഉണ്ട്, സി ഉണ്ട്, അല്ലേ? 3 നമ്പർ ഉണ്ട്. 3 നമ്പർ നമ്മൾ എൻട്രി ചെയ്യണം. ഓക്കെ അല്ലേ? ഞാൻ ഒന്ന് പറഞ്ഞു നോക്കട്ടെ. ഓക്കെ, എന്നിട്ട് 3 നമ്പർ ഉണ്ട്. നമ്മൾ ആദ്യം എ ഗ്രേറ്റർ ദാൻ ബി ആണോ എന്ന് നോക്കി. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ എ ആണ് വലുതെന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ലല്ലോ, കാരണം ഇനി സിയും കൂടി ഇല്ലേ. ഓക്കെ ആണോ? ഉണ്ട്. അന്നേരം എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ, ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ പിന്നെ നമ്മൾ എന്ത് വേണം? എ ഗ്രേറ്റർ ദാൻ സി ആണെന്ന് നോക്കണം. ആർക്കെങ്കിലും ഒന്ന് പറഞ്ഞു നോക്കിയേ ശരിയാവുമെന്ന്. നിങ്ങൾ പറഞ്ഞാലല്ല, തെറ്റിയാലല്ല എനിക്ക് ഇന്ന് ശരിയാക്കി തരാൻ പറ്റും. ആരെങ്കിലും പറയൂ. ആരുമില്ല. എ ഗ്രേറ്റർ ദാൻ ബി ആണെന്ന് നോക്കി. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ ആണ് വലുതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതിനകത്ത് കയറിയിട്ട് ഇഫിനകത്ത് പിന്നെ നമ്മൾ ചെക്ക് ചെയ്യുന്നു എ ഗ്രേറ്റർ ദാൻ സി. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് എ അല്ലേ? കാരണം എ ബിയെ കാട്ടി വലുതായതുകൊണ്ട് അല്ലേ? ഇനി ആ കണ്ടീഷൻ തെറ്റാണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് സി അല്ലേ? കാരണം എ ബിയെ കാട്ടി വലുതാ. ഇത്രയും ക്ലിയർ ആണോ? പ്രോഗ്രാം തീർന്നിട്ടില്ല.
ആദ്യം എ കരുതാൻ ബി ആണെന്ന് നോക്കി, എന്നിട്ട് ആ കണ്ടീഷൻ ട്രൂ ആയതുകൊണ്ട് എ കരുതാൻ സി ആണെന്ന് നോക്കി, ആ കണ്ടീഷനിൽ എ വലുത് അല്ലെ സി വലുത്. ഇനി ആദ്യം നമ്മൾ നോക്കിയപ്പോൾ എ കരുതാൻ ബി അല്ല, അന്നേരം വലുത് ബി അല്ലേ, അന്നേരം പിന്നെ ബി കരുതാൻ സി ആണെന്ന് നോക്കി. ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് ബി അല്ലെങ്കിൽ സി. 3 നമ്പർ നമുക്ക് എന്താ വേണം? ഹാഷ് ഇൻക്ലൂഡ് stdio.h void main. നമുക്ക് 3 വേരിയബിൾ വേണമല്ലോ, ഇന്റ് എ കോമ ബി കോമ സി. 3 നമ്പർ റീഡ് ചെയ്യണമല്ലോ. പ്രിന്റ് ഓഫ് മെസ്സേജ് കൊടുക്കുന്നു, എൻ്റർ 3 നമ്പേഴ്സ്. 3 നമ്പർ റീഡ് ചെയ്യുന്നു. സ്കാൻ ഓഫ് പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി പെർസെൻറ്റേജ് ഡി 3 എണ്ണം കോമ ആൻഡ് എ കോമ ആൻഡ് ബി കോമ ആൻഡ് സി 3 നമ്പർ വാങ്ങിച്ചു. ഇത്രയും വരെ ഓക്കെ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പറ, ഒന്ന് റെസ്പോണ്ട് ചെയ്യും, ഒന്ന് മൂളുവെങ്കിലും ചെയ്യും. ഓക്കെയാണ്, ശരി. ഇനി നമുക്ക് 3 നമ്പറിൽ വലുത് കണ്ടുപിടിക്കാൻ ആദ്യം നമ്മൾ ചെയ്യുന്നു എ ഗ്രേറ്റർ ദാൻ ബി. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ എ ആ വലുതെന്ന് പറയാൻ പറ്റത്തില്ല, അതിനകത്ത് നിന്നുകൊണ്ട് അടുത്ത കണ്ടീഷൻ നോക്കുന്നു. എ ഗ്രേറ്റർ ദാൻ സി ആണോ നോക്കുന്നു, കാരണം എ ഇപ്പം ബി യെ കാട്ടി വലുതാണ്. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് എ ആണ്, അതുകൊണ്ട് ഇവിടെ പ്രിന്റ് ചെയ്യുന്നു പ്രിന്റ് ഓഫ് ബിഗ്ഗസ്റ്റ് ഈക്വൽസ് പെർസെൻറ്റേജ് ഡി കോമ എ. ഇത്രയും മനസ്സിലായോ? ഓക്കെ. എന്നിട്ട് ഈ കണ്ടീഷൻ തെറ്റാണെങ്കിൽ, അകത്ത് കൊടുത്തിരിക്കുന്ന കണ്ടീഷൻ തെറ്റാണെങ്കിൽ എൽസ് ഇപ്പൊ ഏറ്റവും വലുത് സി ആണ്. എന്നിട്ട് ഞാൻ ബിഗ്ഗസ്റ്റ് ഈക്വൽസ് പെർസെൻറ്റേജ് ഡി കോമ സി, ഇപ്പൊ ഏറ്റവും വലുത് സി ആണ്. ഇതെല്ലാം പറഞ്ഞതിൽ ഡൗട്ട് ഉണ്ടോ? ഇപ്പൊ ബി ആണ് വലുത് അല്ലേ? പറയട്ടെ, ഇപ്പൊ വലുത് ബി ആണ്. ബി ആണ് ഇപ്പം വലുത്. എയും ബിയും കൂടെ നോക്കിയപ്പം എ അല്ല വലുത്, ബി ആണ് വലുത്. എങ്കിൽ പിന്നെ അതിനകത്ത് നിന്നുകൊണ്ട് പിന്നെ നോക്കണം ബി ഗ്രേറ്റർ ദാൻ സി. ഈ കണ്ടീഷൻ ട്രൂ ആണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് ബി ആണ്. ബിഗ്ഗസ്റ്റ് ഈക്വൽസ് പെർസെൻറ്റേജ് ഡി കോമ ബി. ഈ കണ്ടീഷനും തെറ്റാണെങ്കിൽ ഇപ്പൊ ഏറ്റവും വലുത് പ്രിന്റ് ഓഫ് ബിഗ്ഗസ്റ്റ് ഈക്വൽസ് പെർസെൻറ്റേജ് ഡി കോമ സി. 28 ലൈൻ, ഞാൻ 28 ലൈൻ എന്നാ പറഞ്ഞത്. ഫസ്റ്റ് ലൈൻ ഡോക്യുമെന്റേഷൻ സെക്ഷൻ ആയതുകൊണ്ടാണ്. 30 ലൈൻ ഉണ്ട് കേട്ടോ. അന്നേരം 3 നമ്പർ നമ്മുടെ കയ്യിൽ മേടിക്കുന്നു. ഞാൻ ആദ്യത്തെ നമ്പർ വലുതായിട്ട് കൊടുക്കുന്നു, 10, 4, 3, 7. ബിഗ്ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ 10 അല്ലേ? എ ഗ്രേറ്റർ ദാൻ ബി ആണ് അല്ലേ? എ എന്ന് പറഞ്ഞാൽ 10, ബി 3 ആണ്. എ ഗ്രേറ്റർ ദാൻ ബി ആണെങ്കിൽ ആദ്യത്തെ കണ്ടീഷനകത്ത് കയറി നോക്കി എ 10 ഗ്രേറ്റർ ദാൻ 7 ആണോ? അതും ശരിയാണ്. ഇപ്പൊ ഏറ്റവും വലുത് ബി എ അല്ലേ? എന്നുവെച്ചാൽ കണ്ടി പാർട്ട് എ ആണ് ഇപ്പൊ പ്രിന്റ് ചെയ്തേക്കുന്നത്. ഓക്കെ ആണോ? ശരി, വീണ്ടും റൺ ചെയ്യുന്നു. രണ്ടാമത്തെ നമ്പർ വലുതായിട്ട് കൊടുത്ത് നോക്കാം. 2, 10, 100, 4. ഇപ്പം ആദ്യത്തെ കണ്ടീഷൻ 21 ഗ്രേറ്റർ ദാൻ 100 എന്ന് പറഞ്ഞാൽ തെറ്റാണ്. എന്നിട്ടാണ് നേരെ എൽസിനകത്ത്